പുള്ളീൻ്റെ ഇടയ്ക്കകത്ത് എന്താണ്ട് ഇലയൊക്കെ ഇട്ട് അതിനെയും കൂടെ ഒന്നിച്ചാണ് പുള്ളിക്കാരൻ ജ്യൂസ് ഉണ്ടാക്കുന്നത്. അപ്പം അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റൊക്കെ കാണുമായിരിക്കും. ഈ ഇല ഓക്കെ സോറി നമ്മളിപ്പം വാട്ടർമെലൺ ഓക്കെ. ഇത് കണ്ടോ, ഇതാ ഇവിടുത്തെ റെസ്റ്റോറൻ്റ് എന്ന് ഞാൻ പറഞ്ഞു. കണ്ടോ, ഇവിടെ റൊട്ടി പാനിപ്പൂരി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കിട്ടും. ഹലോ എവ്രിവൺ. അപ്പം ഞങ്ങള് ദുഃഖ ശനിയാഴ്ചയുടെ കുർബാന കഴിഞ്ഞ് ഇന്ന് വൈകിട്ടാണ് ഞങ്ങളുടെ ഈസ്റ്റർ സർവീസ്. ഏകദേശം 6 o'clock സ്റ്റാർട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ ഞങ്ങള് എന്താണ് വാങ്ങിക്കാൻ പോകുന്നത്, നമ്മൾ ഈസ്റ്ററിന് എന്തായിരിക്കും ചെയ്യുന്നേ? നമ്മള് നോയമ്പ് മുറിക്കും അല്ലേ? അതെ, താങ്ക് യു ജീസസ്. അങ്ങനെ യേശുപ്പച്ചൻ നമുക്ക് വേണ്ടി സെന്റാമ്മയുടെ സ്പെഷ്യൽ ചിക്കൻ, ഇവിടെ വെജിറ്റബിൾ ഒക്കെ ഉണ്ട്, വേണോ? അപ്പൊ ഞങ്ങള് ചിക്കൻ വാങ്ങിക്കാൻ പോവുകയാണ്. നാളെയാണ് ഇന്ന് വൈകിട്ടാണ് ഞങ്ങളുടെ ഈസ്റ്റർ. പിന്നെ ഇന്നലെ ദുഃഖ വെള്ളിയാഴ്ച ഒക്കെ നല്ല സർവീസ് ആയിരുന്നു. ഇന്ന് ഞങ്ങൾക്ക് ദുഃഖ ശനിയാഴ്ചയും പോകാൻ പറ്റി. താങ്ക് യു ജീസസ്. അപ്പം യേശുബച്ചൻ നമുക്ക് വേണ്ടി കുറേ കഷ്ടപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കാൻ പോവുകയാണ്. നമ്മളപ്പോൾ ആഘോഷിക്കണം. നമ്മൾ യേശുബച്ചൻ്റെ മക്കൾ അത് ആഘോഷിച്ചിരിക്കണം. അപ്പം നമ്മൾ എങ്ങനെയാണ് ആഘോഷിക്കാൻ പോകുന്നത്? നമ്മൾ ചിക്കൻ വാങ്ങിക്കും. യെസ്, ചിക്കൻ വാങ്ങിച്ച് നമ്മൾ നല്ലൊരു ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ് ഗൈസ്. താങ്ക് യു ജീസസ്. അപ്പം എങ്ങനെയാണ് നിങ്ങളുടെ ഈസ്റ്റർ സെലിബ്രേഷൻ? കാരണം ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഡൽഹിയിലൂടെയാണ്. ഡൽഹിയുടെ ഒരു പാർട്ടിലൂടെയാണ്. അപ്പൊ ഇങ്ങനെ അതിന്റെ റോഡൊക്കെ കണ്ടില്ലേ, മരങ്ങളൊക്കെ നല്ല രസമുണ്ട് അല്ലേ? പിന്നെ റിക്ഷയിൽ കണ്ടോ, ഇവിടെ കാണപ്പെടുന്ന ഒരു ടൈപ്പ് ഓഫ് റിക്ഷയാണ് ഇത്. ഭയങ്കര ഓപ്പൺ ആണ്. ഇതിനകത്ത് 4 പേര് മിനിമം കയറും. പിന്നെ മാക്സിമം എത്ര വേണേലും പുള്ളിക്കാരൻ കുത്തിക്കയറ്റും. അങ്ങനെയൊക്കെയാണ്. കണ്ടോ, അതിന്റെ വേറെ ഫോം ഇങ്ങോട്ട് വരുന്നത് കണ്ടോ. ഇതാണ് ആ ഓട്ടോ. ഇവിടെ കുറച്ച് വേസ്റ്റ് ഒക്കെ കുന്നുകൂടി കിടപ്പുണ്ട്. പിന്നെ സൈഡിലൊക്കെ വെജിറ്റബിൾ ഷോപ്സ് ഒക്കെ കാണാം. വെജിറ്റബിൾ അല്ല, ഫ്രൂട്ട്സ്, മസ്ക് മെലൺ, വാട്ടർ മെലൺ. കാരണം ഇവിടെ ഭയങ്കര ചൂടിന്റെ ടൈം ആണെങ്കിലും ഇന്നലെ നല്ല മഴയായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് പള്ളിയിൽ നിന്ന് കാപ്പി കിട്ടി. നമുക്കുട്ടി അങ്ങനെ കാപ്പി കുടിച്ചോണ്ടിരിക്കുകയാണ്. മധുരമുള്ള കാപ്പിയാണോ അമ്മേ? ഇന്നത്തെ സാറ്റർഡേക്ക് നമ്മളൊരു പേര് പറയും അല്ലേ അമ്മ? എന്തായിരുന്നു? മീൻതീനി ശനിയാഴ്ച എന്ന് പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ പണ്ട് നമ്മുടെ അമ്മച്ചിമാരൊക്കെ ഇന്ന് മീൻ വാങ്ങിച്ച് ചട്ടി, അവര് ഈസ്റ്റർ 50 ദിവസം നൊയമ്പെടുക്കുന്നതിന് മുന്നേ ചട്ടി കമത്തി വെക്കുമല്ലോ. ആ ചട്ടിയൊക്കെ എടുത്ത് നന്നായിട്ട് കഴുകി മീനൊക്കെ നന്നായിട്ട് വെട്ടി മസാലയൊക്കെ ഇട്ട് നല്ല കറിയൊക്കെ ഉണ്ടാക്കി വെക്കും, പുളിയൊക്കെ ഇട്ട്. എന്നിട്ട് നാളെ രാവിലെ ആവുമ്പോ അതിനകത്ത് മീൻ കറിക്കകത്തൊക്കെ പിടിച്ചിരിക്കും അല്ലേ അമ്മേ? അതിനു വേണ്ടിയാണ് ഇന്ന് മീൻ തീനല്ലേ, മീൻ തീനി ശനിയാഴ്ച എന്ന് പറയുന്നത്. ടേസ്റ്റ് ഒക്കെ ചെയ്യാൻ പറ്റും അമ്മച്ചിമാർക്കൊക്കെ ചെറുതായിട്ട്. അമ്മച്ചിമാർക്ക് ഇന്ന് ടേസ്റ്റ് ചെയ്യാൻ പോലും. ദാണ്ട് LPG സിലിണ്ടർ കൊണ്ടുപോകുന്നു കണ്ടോ. സിലിണ്ടറിനൊക്കെ എന്താ വില? 10 സെക്കൻഡേ ഉള്ളൂ. അതിനായി എല്ലാരും ബഹളം ഉണ്ടാക്കും. താണ്ട് വേറൊരു സിലിണ്ടറും കൊണ്ടുവന്നു. ഇന്നിപ്പോ സിലിണ്ടർ ആരാണ്ട് കൊടുക്കുന്നുണ്ട്. ഈ പുള്ളിക്കാരൻ എങ്ങനെ ഇങ്ങോട്ട് വരുന്നേ? അതൊക്കെ വരാൻ പറ്റും. നമ്മൾ എവിടെയാ ചിക്കൻ വാങ്ങിക്കാൻ പോകുന്നത്? നമ്മൾ സാധാരണ പോകുന്നുണ്ട്. നമ്മുടെ അവിടെ 9 മണിയാകുമ്പോൾ അവിടെ തുടങ്ങും. ഇവിടെ ഇപ്പൊ ചിക്കന് ഏകദേശം എത്ര രൂപയായി? 240 പെർ കിലോ ആണ്. നാട്ടിൽ എത്രയാണ് ഒരു ചിക്കന് വില വരുന്നത്? 1 കിലോ ചിക്കന്? കമന്റ് ഡൗൺ ഗൈസ്. അപ്പൊ ഇത് നമ്മള് ഡൽഹിയിലെ ഒരു നല്ലൊരു റോഡിൽ കൂടെ സഞ്ചരിക്കുന്ന ഡൽഹിയിലെ എല്ലാ റോഡുകളും നല്ലതാണ്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അതിന്റെ 2 സൈഡാണെങ്കിലും റോഡാണെങ്കിലും എല്ലാം കൊണ്ടും നല്ലൊരു സ്ഥലമാണ് ഡൽഹി. പിന്നെ മേളിൽ കാണുന്നത് മെട്രോ ആണ്. മെട്രോ ലൈനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എല്ലാവരും ഇന്ന് ഓഫീസിൽ പോകുന്നതിന്റെ തിരക്കൊക്കെയാണെന്ന് തോന്നുന്നു. ഏകദേശം 10 o'clock ആയി. അന്നേരം എങ്ങനെ ഓഫീസിൽ പോകുന്ന തിരക്ക് വരുന്നേ അല്ലേ? ഇപ്പൊ എല്ലാവരും ഓഫീസിൽ കയറേണ്ട ടൈം ആയില്ലേ? എന്നാൽ എല്ലാവരും ഔട്ടിങ്ങിന് പോവായിരിക്കും. എന്താണെന്നറിയില്ല, കുറച്ച് തള്ളൊക്കെ ഉണ്ട്. കുറച്ച് ഇനിയിപ്പോൾ ഞാൻ ചിക്കൻ കടയുടെ അവിടെ എത്തുമ്പം ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ഫ്രണ്ട്സ്, വളരെ യാദൃശികമായിട്ടാണ് കുറച്ച് ആൾക്കാർ ക്രോസ് ചെയ്യാൻ നിൽക്കുന്നത് കണ്ടത്. ഹലോ, ഇതിവിടുത്തെ സ്ഥിരം കാഴ്ചയാണ്. ഇത് വളരെ ചെറിയ കൂട്ടമായി പോയി. എന്തേ ഇപ്പുറത്തുമുണ്ട്. ഓ, അവിടെയും ക്രോസ്. അവരുടെ അടുത്തോട്ട് എത്താനായിരിക്കണം അവർ ക്രോസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നിന്നേ.
രാവിലെ ആൾക്കാരിങ്ങനെ അവർക്ക് പിറ്റേ എസ്റ്റർഡേ വന്ന തലേദിവസം വന്ന ചപ്പാത്തി റൊട്ടി പിന്നെ ഫ്രൂട്ട്സ് അഴുക്കായ ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ കവറിലാക്കി കൊണ്ടുപോയി കൊടുക്കും. അതിനു വേണ്ടിയാണ് അവർ വെയിറ്റ് ചെയ്യുന്നത്. ആൾക്കാർ വരുന്നത് കാത്തിരിക്കുകയാണ്, പശുക്കൾ, പാവങ്ങൾ. പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു മാംകുട്ടി ഇത്തവണത്തെ 50 നോയമ്പ്? നല്ലായിരുന്നു അല്ലേ? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മത്തായി കുട്ടിക്കോ? നല്ലായിരുന്നു. ഇത് ഇവിടുത്തെ ഒരു ഭയങ്കര ചെള്ളയായിരിക്കും അല്ലേ? പൂക്കളെല്ലാം പോയി കാണും. ഇത് ഇവിടെ ഡെവലപ്പായി വരുന്ന ഒരു പാർക്ക് ഏരിയ ആണ്. ഇവിടെ ഒത്തിരി ആൾക്കാർ മോർണിംഗ് വാക്ക് ചെയ്യുന്നവരാണ്. വാക്കിങ്ങിന് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഏരിയ ആണ് സത്യം പറഞ്ഞ നോർത്ത് ഇന്ത്യ. എപ്പോഴും ആൾക്കാർ വെളിയിൽ ഇറങ്ങി നടക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഗവൺമെന്റിന്റെ വകയായിട്ടൊരു പാർക്ക് അവർ ഇവിടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോഴും ഡെവലപ്പിംഗ് സ്റ്റേജിലാണെങ്കിലും അതെ, ഇഷ്ടംപോലെ പാർക്കുകൾ ഇവിടെയൊക്കെ കാണാൻ പറ്റും. അപ്പൊ അതിപ്പോഴും ഡെവലപ്പിംഗ് സ്റ്റേജിലാണ്. നിങ്ങൾക്ക് അവിടെ ഒരിക്കൽ പോകണം എന്നുണ്ട്. പോകുമ്പോൾ ഞാൻ നിങ്ങളെയും കൂടെ കൊണ്ടുപോവാം. കണ്ടോ, ഇവിടെ രാവിലെ ആൾക്കാർ തൂക്കുന്നു. ഇങ്ങനെ തൂത്തൊക്കെ ഇടുന്നതുകൊണ്ടാണ് നല്ല രസമായിട്ട് ഇരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ റോഡുകളും ഇപ്പൊ ഏകദേശം അങ്ങനെയൊക്കെ ആണെന്നാണ്. ഈ സൈഡിൽ കുഴിയാ, ഇച്ചിരി അങ്ങോട്ട് മാറ്റിയെടുത്തു. ഒരിടത്ത് കുഴി, ഒരിടത്ത് ഹമ്പ്. പ്ലെയിനിന്റെ സൗണ്ടല്ലേ കേൾക്കുന്നത്? അതെ. എവിടെയാണ്? ബാക്കിലെങ്ങാണ്ട് നമ്മുടെ മോളിൽ കൂടെ പോവാ. അതേതാ? മൗണ്ട് കാർമൽ. എല്ലാ സ്കൂളുകളും ഇന്നിവിടെ കിടന്ന് ഇറങ്ങുന്നു. അവരെല്ലേലും ഇങ്ങനെ ആയിരിക്കും. സോ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ചിക്കൻ വാങ്ങിച്ചു. ഇതാണ്ട് നമ്മുടെ ചിക്കൻ കണ്ടോ. പിന്നെ ഇത് കണ്ടോ, ഇവിടെ നിന്നാണ് ഞങ്ങൾ ചിക്കൻ വാങ്ങിച്ചത്. കണ്ടോ, അതിൻ്റെ മുന്നിൽ ഒരു കരിമ്പിൻ്റെ ജ്യൂസ് കടയുണ്ട്. ഇപ്പം കരിമ്പ് ഫ്രഷ് ആയിട്ട് വന്നതേ ഉള്ളൂ. അതിൻ്റെ മണ്ടയ്ക്ക് ആ പുള്ളി കിടക്കുകയായിരുന്നു. പിന്നെ അതിൻ്റെ മറ്റേ ആ കുറച്ച് നമ്മുടെ ഈ ബോർഡ് ഇരിക്കുന്നതിൻ്റെ ആ ഭാഗത്തായിട്ടാണ് കരിമ്പും കട. പിന്നെ അവിടെ നിന്നാണ് നമ്മൾ ചിക്കൻ വാങ്ങിച്ചതാണ്ട് അവിടുന്ന്. പിന്നെ ആ കാണുന്നതൊക്കെ വൈൻ കടകളാണ് കേട്ടോ. കണ്ടോ കണ്ടോ കണ്ടോ, ഇവിടുത്തെ ഈ കരിമ്പിൻ കടയിലേക്കാണ് ഈ കരിമ്പിന്റെ ഷുഗർ കെയിൻ മറ്റേ ലോഡ് വന്നിരിക്കുന്നത്. ആണോ? എത്ര രൂപയാ? വെള്ളം ഇടുവോ അയാള്? ഇവിടെ കണ്ടു ഒരു അപ്പച്ചൻ ഇരിക്കുന്നു. അപ്പച്ചന്റെ കാല് മുറിഞ്ഞു. അപ്പച്ചൻ മറ്റേ കൊച്ചുമോളയുടെ കൂടെ വന്നതാണ് കരിമ്പിൻ ജ്യൂസ് കുടിക്കാൻ വേണ്ടി. അപ്പച്ചന്റെ കാല് മുറിഞ്ഞു ഗൈസ്. ചോര വരുന്നു. നമ്മുടെ ഒന്നും ഇല്ല കൊടുക്കാൻ. ഉണ്ടോ? വേണോ? ഞാൻ ടിഷ്യൂ പേപ്പർ കൊടുത്ത അപ്പച്ചൻ വാങ്ങിക്കുവോ? അപ്പച്ചൻ ചോദിക്കത്തില്ല എന്തിനാന്ന്. അപ്പൊ ഇവിടെ ഇങ്ങനെ കരിമ്പുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ആ കാണുന്നത് ഇവിടുത്തെ വൈൻ കടയാണ്. അതാണ്ട് അവിടെ നിന്നാണ് നമ്മൾ ചിക്കൻ വാങ്ങിച്ചത്. അങ്ങനെ കരിമ്പൻ ജ്യൂസ് എടുത്തു കഴിഞ്ഞു. കരിമ്പ് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മറ്റേ റിക്ഷയ്ക്കകത്താണ് കരിമ്പ് കൊണ്ടുവന്നത്. പല കപ്പുണ്ട്. 50 രൂപയുടെയാണ് ഈ കപ്പ്. അപ്പം നമ്മൾ 50 രൂപയുടെ കപ്പാണ് പറഞ്ഞിരിക്കുന്നത്. പുള്ളി നമ്മുടേത് ഉണ്ടാക്കാൻ പോവാണ്. ഇതിനകത്ത് ഒട്ടും വെള്ളം ഇടത്തില്ല എന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പം വെള്ളം ഇടാതെ തന്നെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു കപ്പിന് 50 രൂപ.
അതിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ട് ഷുഗർ കെയിൻ കണ്ടോ ഇപ്പോൾ വരുന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ ടിഷ്യൂ പേപ്പർ കൊടുത്ത അപ്പച്ചൻ്റെ കൊച്ചുമോൻ കരിമ്പിൻ ജ്യൂസ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കരിമ്പ് ജ്യൂസ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ ബാക്കിൽ കാണുന്നിടത്താണ് നമ്മുടെ ചിക്കൻ കട. അവിടെ നിന്നാണ് നമ്മൾ ചിക്കൻ വാങ്ങിച്ചത്. ഇഷ്ടംപോലെ കരിമ്പ് വന്ന് കെട്ടിക്കിടക്കുന്നുണ്ട്. എനിക്കൊന്ന് ഒരുപാട് ആൾക്കാർ വന്ന് വാങ്ങിക്കുമായിരിക്കും, കാരണം ചൂട് സമയമാണല്ലോ. അതുകൊണ്ട് തന്നെ പല കപ്പിന് പല റേറ്റാണ്. കുഞ്ഞതിനൊക്കെ എനിക്കൊന്ന് കുറച്ചുകൂടെ കുറവായിരിക്കും. ഞാൻ എന്തായാലും ഞങ്ങൾക്ക് 3 പേർക്കൂടെ ഒരു കപ്പല്ലേ വാങ്ങിക്കുന്നത്. അപ്പം 50 റുപ്പീസിൻ്റെ ഒരെണ്ണം വാങ്ങിച്ചു. ഓക്കെ, അപ്പോൾ ഇതാണ് പല കപ്പുകൾ, പല റേറ്റിലുള്ള പല കപ്പുകൾ. ജ്യൂസിന് ഇതൊക്കെ ഉണ്ട്. ഇനിയും ഇത് വന്നു കഴിയുമ്പോൾ ഞാൻ എടുക്കാൻ ബാക്കി. പുള്ളിൻ്റെ ഇടയ്ക്കകത്ത് എന്നാണ്ട് ഇലയൊക്കെ ഇട്ട് അതിനെയും കൂടെ ഒന്നിച്ചാണ് പുള്ളിക്കാരൻ ജ്യൂസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റൊക്കെ കാണുമായിരിക്കും. ഈ ഇലയാണ് പുള്ളി ഇട്ടത്, പുതിനയാണെന്ന് തോന്നി ഇല. കണ്ടോ, ഇലയൊക്കെ ഇട്ട് നല്ല ടേസ്റ്റായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അതിനെ എന്നിട്ട് പുള്ളി വലിയൊരു പാത്രത്തിനകത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യും. പിന്നെ അതിനെ അരിച്ചാണ് നമുക്ക് തരാൻ പോകുന്നത്. നല്ല മണമൊക്കെ ഉണ്ട് കണ്ടോ. എന്നിട്ട് പുള്ളി ഒരു ജഗ്ഗിനകത്തോട്ട് ട്രാൻസ്ഫർ ചെയ്തു. ഇനി പുള്ളി അതിനെ ഒരു കപ്പിനകത്തോട്ട് മാറ്റും. പുള്ളി ഏതാണ്ട് പഞ്ചസാര ആയിരിക്കും ആഡ് ചെയ്തത്, എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്നിട്ട് അതിനകത്തോട്ട് ജ്യൂസ് ആഡ് ചെയ്തു. താങ്ക് യു ഭയ്യ. ഞാൻ പേയ്മെന്റ് ചെയ്യട്ടെ. ഫ്രണ്ട്സ്, അപ്പം നമുക്ക് ഷുഗർ കെയിൻ കിട്ടി. ഷുഗർ കെയിൻ ജ്യൂസ് കിട്ടി. എങ്ങനെ ഉണ്ടമ്മേ? നല്ലതായിരിക്കും അല്ലേ? ഇലയും ഏതാണ്ടൊക്കെ ആഡ് ചെയ്താണ്. മത്ത എങ്ങനെ ഉണ്ടോ? ഓ, ഭയങ്കര റിഫ്രഷിംഗ് ആണ് ഗൈസ്. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ശരിയാ, ഇത്ര നാളായിട്ട് നമ്മൾ കുടിക്കായിരുന്നത് നഷ്ടമായിപ്പോയി. യമ്മി, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നമ്മൾ ഈ വെളിയിൽ നിന്ന് മറ്റേ ജ്യൂസ് വാങ്ങിച്ച് കുടിക്കുന്നതിൽ എന്തോരം ടേസ്റ്റ് അല്ലേ അമ്മേ? നമ്മൾ എന്തിനാ പിന്നെ പാക്കറ്റ് ജ്യൂസ് ഒക്കെ വാങ്ങിച്ചു കുടിക്കുന്നത്? എന്തിയെ? ഓ ഗായ്സ്, കണ്ടോ ആ മരത്തേലും മുരിങ്ങിക്ക. ആ പുള്ളിക്കാരൻ നല്ല വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി നമുക്ക് പോസ് ഒക്കെ ചെയ്ത് തന്നു കേട്ടോ. നല്ലൊരാളായിരുന്നു പുള്ളി. ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതെ, ഇവിടെ ഇതുണ്ടോ നോക്ക്. ഇവിടെ ഒരു ഓമയ്ക്ക, ഇവിടെ ഒരു ഓമയ്ക്കാരൻ വന്നായിരുന്നു. ഇവിടെ കാണുന്ന ഇപ്പം ഉണ്ടോ അയാള്? ഇല്ല, അയാൾ അകത്തോട്ട് പോയി. ശേ, ഒരു ഓമയ്ക്കായും കൂടെ വാങ്ങിക്കായിരുന്നു. നല്ല അടിപൊളിയായിരിക്കുന്നു കേട്ടോ. എൻ്റെ സൈഡിലോട്ട് നിർത്തിക്കേ. നല്ല ഓമയ്ക്കായിരുന്നു. ഓക്കെ, അങ്ങനെ ചിക്കനൊക്കെ വാങ്ങിച്ചു. ഷുഗർ കെയിൻ ജ്യൂസ് ഒക്കെ കുടിച്ച് തിരിച്ചു വരുന്ന വഴിക്കാണ് ഞങ്ങളൊരു പപ്പായ വാങ്ങിക്കാമെന്ന് വിചാരിച്ചത്. നല്ല പപ്പായ ഞങ്ങൾ നേരത്തെ കണ്ടായിരുന്നു, പക്ഷെ പുള്ളിക്കാരനെ ഇപ്പം കാണുന്നില്ല. ഷുഗർ കെയിൻ കുടിച്ച് നല്ല എനർജറ്റിക് ആയി ഗൈസ്. ഞങ്ങൾ ഇത്രയും നാളും ആ ഷുഗർ കെയിൻ കുടിക്കാത്തതിൽ ഖേദിക്കുന്നു. ഞങ്ങൾ വെള്ളം ആഡ് ചെയ്യുമെന്നൊക്കെ കരുതിയാൽ വാങ്ങിക്കാൻ, പക്ഷെ ഒരു തുള്ളി വെള്ളം പുള്ളി ആഡ് ചെയ്തില്ല. ഓക്കെ, ഇതൊക്കെ ഇവിടുത്തെ കുഞ്ഞു കുഞ്ഞു ജംഗ്ഷനുകളാണ്, കുഞ്ഞു കുഞ്ഞു കടകളാണ്. റെസ്റ്റോറൻറ്റ് പോലെ ഇവിടെ റൊട്ടി, പാനിപ്പൂരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടും. എന്നിട്ട് അവരതൊക്കെ വാങ്ങിച്ച് കഴിക്കും. കണ്ടോ, ഈ സൈഡിലൊക്കെ കാണാം. ഞാൻ അധികം എടുക്കുന്നില്ല, കാരണം ഇനി വല്ലതും പറഞ്ഞാലോ. ഇതിവിടുത്തെ വേറൊരു ജ്യൂസ് കടയാണ്. നീമ്പു എന്ന് പറഞ്ഞാൽ ലെമൺ ജ്യൂസിൻ്റെ ഏതാണ്ട് ഒരു ഐറ്റമാണ്. ഓക്കെ, നമ്മുടെ ഫ്രൂട്ട്സ് കട എത്തിയിട്ടുണ്ട്. ഇവിടെ പപ്പായ ഇല്ലല്ലോ അമ്മേ. നമ്മൾ പപ്പായ തേടിയുള്ള പോക്കാണ് നമ്മുടെ. ഓ, ഇവിടെ പപ്പായ ഉണ്ട് ഗൈസ്. ഈ പപ്പായ കൊള്ളത്തില്ല. ഓ, നമ്മുടെ മറ്റേ പപ്പായക്കാരനെ കിട്ടി ഗൈസ്. അയാൾ അവിടെ നിൽപ്പുണ്ടായിരുന്നു. കണ്ടോ, ട്രാക്ടർ പോകുന്ന കണ്ടോ, ട്രാക്ടർ. അപ്പോൾ ഞങ്ങൾ കുറച്ചു മുമ്പ് ആ പപ്പായക്കാരനെ അന്വേഷിച്ച് പോയതാണ്. ആ പപ്പായക്കാരനെ കിട്ടിയിട്ടുണ്ട്. നാണ്ട് നിൽക്കുന്നു സൈക്കിളിൽ. കണ്ടോ, അയാളെന്തോരം കഷ്ടപ്പെട്ടാണെന്നറിയോ അത്. ആ റോഡൊക്കെ ക്രോസ് ചെയ്ത് കണ്ടപ്പം
ശരിക്കും പറഞ്ഞാൽ അത് ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ് ഇവിടുത്തെ മനുഷ്യർ. എത്ര രൂപയാണെന്ന് ചോദിച്ചു നോക്കാം. ഇത് ഇവിടുത്തെ ഒരു സൊസൈറ്റിയാണ് ഈ കാണുന്നത്. സൊസൈറ്റി എന്ന് പറയുമ്പോൾ ഫ്ലാറ്റ്. എത്ര രൂപയാണെന്ന് ചോദിക്കാം. भैया पपाया के लिए कितना है? 60 रुपये किलो. 60. നല്ല പപ്പായ ആണ് അല്ലേ? നല്ല യെല്ലോ കളറുള്ളൊരു പപ്പായ ആണ്. പിന്നെ വാട്ടർ മെലൺ ഉണ്ട്, മസ്ക് മെലൺ ഉണ്ട്, ഗ്രേപ്സ് ഉണ്ട്. ये ले जाओ आप, ये बढ़िया लाल निकलेगा बढ़िया। ये जो निशान से रहते हैं ना, ये हमेशा अच्छा निकलता है। जो कहीं से भी देख लो आप, खराब नहीं होगा। क्या कैसे? आपको कैसे पता बढ़िया है? निकलेगा। हाँ जी, आपको कैसे पता है? ये जो निशान रहते हैं ना, ये जो लाल पपीता रहता है वो अच्छा रहता है। ओ जो पीला निकलेगा वो मीठा नहीं निकलता। अच्छा. ये होता है ऐसा। कहीं भी आप दुकान वाले से कभी चले जाना, यहाँ पपीता लाल निकलेगा उतना ही बढ़िया निकलेगा, जितना ही लाल। ഓക്കെ. കുറച്ച് നല്ല നല്ല റെഡുള്ള കുറേ റെഡുള്ളത് വാങ്ങിക്കുക. എന്നുവെച്ചാൽ അത്രയും റെഡല്ല, അതുപോലെ लेके ही नहीं आते उतना ही लेके आते हैं जितना हमारे भैया 30 पीस बिक गए समझो। പുള്ളി നല്ലത് മാത്രമേ വാങ്ങിച്ചുകൊണ്ട് വരാറുള്ളത്. 3 किलो ഓക്കെ, ഞാൻ വാങ്ങിക്കട്ടെ, പൈസ കൊടുക്കട്ടെ. न लो, हम डेली ही लगाता हूँ इतने टाइम। ഓക്കെ. സോറി, നമ്മളിപ്പം വാട്ടർ മെലനും വാങ്ങിച്ചിരിക്കുകയാണ്. ഈ വാട്ടർ മെലനാണ് നല്ലതെന്നാണ് പുള്ളി പറയുന്നത്. ദൈവമേ, ഇത് എത്ര കിലോയാ? ഒരു ഐഡിയ ഇല്ല. ज्यादा फर्क नहीं है, इतना फर्क है, इतना फर्क है। नहीं वो ये नहीं चाहिए, वो कुकुम्बर नहीं चाहिए. थोड़ा सा कम पड़ रहा है तो मैं एक्स्ट्रा डाल ले, खा लेना कोई नहीं, आप तो पैसा थोड़ा कम कर दो. कोई बात नहीं, कम कर दीजिए। ठीक അങ്ങനെ അന്നൊന്ന് വിളി പറഞ്ഞു. दोनों के लिए आप बता दो. 6.5 है, 6.5 सही है। 6.5. चेक कराना। नहीं नहीं नहीं, 6.5. ഒന്നത്തിന് 30 അല്ലേ? അപ്പൊ 6-ന് എത്ര? 180. तो टोटल कितना होगा भैया? ഞാനേ ഫോൺ പേക്കകത്ത് ബാലൻസ് ഉണ്ടോ നോക്കട്ടെ. ഓക്കെ, അപ്പം നമ്മൾ പപ്പയായും വാട്ടർ മെലനും വാങ്ങിച്ചു. ഇത് ഏകദേശം 6.5 കിലോ ഉണ്ട്. ഇതാണ് ഇവിടുത്തെ ഒരു ജംഗ്ഷൻ. ഞാൻ പിടിക്കാം. ഇതാണ് ഇവിടുത്തെ ഒരു ജംഗ്ഷൻ. കണ്ടോ, ഇവിടെ ഫ്രൂട്ട്സ് കടയുണ്ട്. ഇവിടെ എല്ലാവരും രാവിലെ ഭയങ്കര തിരക്കിലാണ്. ഓക്കെ, ഇത് കണ്ടോ, ഇതാ ഇവിടുത്തെ റെസ്റ്റോറൻ്റ് എന്ന് ഞാൻ പറഞ്ഞു. കണ്ടോ, ഇവിടെ റൊട്ടി, പാനിപ്പൂരി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കിട്ടും. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി ഞങ്ങൾ വീട്ടിൽ ചെന്ന് ചിക്കനൊക്കെ കഴുകി വൈകിട്ട് പള്ളിയിൽ പോകണം. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഈസ്റ്ററിന് ഞാൻ വേറെ വ്ളോഗ് ഇടുന്നതായിരിക്കും. ബൈ. സോ ഫ്രണ്ട്സ്, ഞാൻ വ്ളോഗ് നിർത്താമെന്ന് കരുതിയതാ. എന്നാലും ദാണ്ട് കുറച്ച് സ്വാമിമാരിങ്ങനെ നടന്നു പോകുന്ന കണ്ടപ്പം ഒരു വീഡിയോ എടുക്കാമെന്ന് കരുതി. ഇതിവിടെ സ്ഥിരം കാണുന്ന ഒരു കാഴ്ചയാണ്. ഇവർ ഓരോ കടകളിൽ കയറി പൈസ ചോദിക്കും. നമ്മുടെ വണ്ടിയിലോട്ടും വന്ന് പൈസ ചോദിക്കും. കണ്ടോ കുറേ സ്വാമിമാർ. ഞാൻ തന്നെ സൗണ്ട് കുറയ്ക്കുന്ന അവർക്ക് എന്തായാലും കേൾക്കാം. ഈ സ്വാമി പറഞ്ഞു എനിക്ക് വയ്യ, പോയി ചോദിച്ചിട്ട് വരാം. ഇത് ചില പ്രായമുള്ള സ്വാമി. അപ്പൊ ശരി, അപ്പൊ ഇത്രേ ഉള്ളൂ. ഞാൻ ഈസ്റ്ററിന് വേറെ വ്ളോഗ് തീർച്ചയായിട്ടും ഇടുന്നതായിരിക്കും. അത് കാണണം. ബൈ.